എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 31 ദശകത്തിലെ 9-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. പാശൈർബന്ധം പദഗപതിനാ ദൈത്യമുച്ചൈരവാദീസ്താർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ ഇത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയം നസ്തവീത്വാം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. പാശൈ ബന്ധം. പാശം എന്ന് പറഞ്ഞാൽ കയറ്. ബന്ധം ബന്ധിച്ചു. അതായത് ഇവിടെ കയറ് എന്ന് പറയുമ്പോൾ അത് വെറും ഒരു കയറല്ല, വരുണപാശം കൊണ്ടാണ് മഹാബലിയെ ബന്ധിക്കുന്നത്. ആരാ അങ്ങനെ ബന്ധിച്ചേ? പതകപതിന, പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ. ദൈത്യമുച്ചൈരവാദി, ദൈത്യം ഉച്ചൈ അവാദി, ദൈത്യനായ മഹാബലിയോട് ഭഗവാൻ ഉറക്കെ പറഞ്ഞു. എന്താ പറഞ്ഞേ? താർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വര അസി. 3-ാമത്തെ ചുവട് വയ്ക്കാനുള്ള സ്ഥലം തന്നാലും അങ്ങ് 3 ലോകങ്ങൾക്കും നാഥനല്ലേ? അങ്ങനെയാണല്ലോ മഹാബലി പറയുന്നേ. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ചോദിക്കുന്നത്. പാദം മൂർധ്നി പ്രണയ ഭഗവൻ. അപ്പോ മഹാബലി പറയാ, ഹേ ഭഗവൻ, 3-ാമത്തെ തൃക്കാലടി എൻ്റെ സന്തോഷത്തോടെ എൻ്റെ മൂർധാവിൽ വെച്ചാലും എന്ന്. ഇത്യകമ്പം വദന്തം, ഇതി അകമ്പം വദന്തം എന്ന് ഭയലേശമില്ലാതെ പറഞ്ഞു മഹാബലി. ആ സമയത്ത് പ്രഹ്ലാദൻ, അതായത് മഹാബലിയുടെ മുത്തച്ഛൻ അവിടെ വരികയാണ്. പ്രഹ്ലാദ തം സ്വയമുപഗതോ മാനയൻ. മഹാബലിയെ മാനിച്ചുകൊണ്ട് മുത്തച്ഛനായ പ്രഹ്ലാദൻ സ്വയം അവിടെ വന്നു. എന്നിട്ട് എന്താ ചെയ്തേ? ത്വാം അസ്തവീത്, ഭഗവാനെ അങ്ങയെ അങ്ങോട്ട് സ്തുതിച്ചു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? പക്ഷീന്ദ്രനായ ഗരുഡനാൽ കയറുകൊണ്ട്, അതായത് വരുണപാശം കൊണ്ട് ബന്ധിതനായ മഹാബലിയോട് ഭഗവാൻ ഉറക്കെ പറഞ്ഞു, 3 ലോകങ്ങൾക്കും നാഥനായ അങ്ങ് എനിക്ക് 3-ാമത്തെ കാൽച്ചുവടിനുള്ള സ്ഥലം തന്നാലും എന്ന്. അത് കേട്ട് മഹാബലി പറഞ്ഞു, ഹേ ഭഗവാനെ, 3-ാമത്തെ കാലടി എൻ്റെ ശിരസിൽ തന്നെ വെച്ചോളൂ എന്ന്. അചഞ്ചലനായി പറഞ്ഞ മഹാബലിയുടെ ഈ വാക്കുകൾ കേട്ട് അതീവ ഭക്തനായിരുന്ന പ്രഹ്ലാദൻ ഭഗവാനെ ബഹുമാനിച്ചുകൊണ്ട് അവിടെ വന്നങ്ങോട്ട് സ്തുതിക്കുകയാണ്. അതായത് മഹാബലിയുടെ അച്ഛൻ്റെ അച്ഛനാണ് പ്രഹ്ലാദൻ. ഹരേ കൃഷ്ണ.